ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡോറാബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ സത്യത്തിൽ ഞങ്ങളിത് സന്തോഷത്തോടെ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. പക്ഷേ ചില ആൾക്കാരുടെ നല്ല മനസ്സ് കാരണം നമ്മുടെ സന്തോഷമുള്ളൊരു ദിവസം നശിപ്പിച്ച് നമുക്ക് കൈ തന്നിട്ടുണ്ട്. അത്രയും സന്തോഷം തരുന്നൊരു ദിവസവും നിമിഷമായിരുന്നു ഞങ്ങൾക്കിത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നിട്ട് കുറേ നാളുകളെന്ന് വെച്ചാൽ ഏകദേശം ഒരു 6-7 കൊല്ലത്തോളമായി ഞങ്ങൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നിട്ട്. ഏകദേശം ഒരു 6-7 കൊല്ലത്തിന് മേളിലായി. നമ്മുടെ പല ലോങ് വീഡിയോയിലും നമ്മൾ സംഭവം വ്യക്തമായി പറഞ്ഞിട്ടുള്ളതായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. പക്ഷേ അത് ഇതുവരെയും കുഴപ്പമില്ലായിരുന്നു. സംഗതി എല്ലാവരും എനിക്ക് തോന്നുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ നെഗറ്റീവ് ഇടുന്ന ആൾക്കാരെല്ലാം വിചാരിച്ചിരുന്നത് നമ്മൾ ചിലപ്പോൾ അതൊരിക്കലും സാധിക്കില്ല, നേടിയെടുക്കില്ല എന്ന് വിചാരിച്ചിരുന്നിരിക്കാം. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് എപ്പോഴും ഒരേ ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന നിർബന്ധമില്ല. ഇപ്പം ഏത് പട്ടിക്കും ഒരു ഗാനം ഉണ്ടെന്ന് പറയുന്ന പോലെ നമുക്ക് ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, രോഗങ്ങളുണ്ട്, ഹോസ്പിറ്റൽ കേസുണ്ട്, അഡ്മിറ്റ് ആയിട്ടുണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ജീവിതകാലം മുഴുവൻ ആ ഒരു കുഴിക്കകത്ത് തന്നെ കിടക്കണമെന്നില്ല. നമ്മളിപ്പം ഈ ഒരു ചാനലുള്ളതുകൊണ്ട് നമുക്ക് ആ ഇതിൽ നിന്നൊരു ഇൻകം കിട്ടി നമ്മൾ ഓരോ സാധനങ്ങൾ അച്ചീവ് ചെയ്ത് മേടിച്ച് അത് നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ, നമുക്ക് അത് വേണം, ഇത് വേണം, അത് മേടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് മനുഷ്യരാണ് നമ്മളെല്ലാവരും. ആഗ്രഹങ്ങൾ നമുക്ക് ഒരിക്കലും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളെങ്കിലും കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങളും മനുഷ്യരാണ്, നമുക്കും അത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കൊണ്ട് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളിത് നേടിയെടുത്തപ്പം നമ്മൾ വലിയ തെറ്റ് ചെയ്തതുപോലെയാണ് നമ്മൾക്ക് വരുന്ന കമന്റ്സ്. എല്ലാവരും പറയും കമന്റ്സ് മൈൻഡ് ആക്കണ്ടെന്ന്, പക്ഷെ നമ്മൾ എന്തോ വലിയ പാപം ചെയ്തതുപോലെയാണ്. കുഞ്ഞിനെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ ഇതിനകത്തോട്ട് വലിച്ചിടുന്നത്. ഇപ്പൊ എന്തെങ്കിലും പറയട്ടെ, എന്നെ പറഞ്ഞു ഞാനാണ് വാങ്ങിച്ചില്ല, ഞാനാണ് എടുത്തത്, നിങ്ങൾക്ക് എന്നെ പറയാം. വെറുതെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുടുംബത്തെ ഒന്നും ഇതിനകത്തോട്ട് വലിച്ചിടേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇനി നാളെ സമയത്ത് നമുക്ക് ഹോസ്പിറ്റൽ കേസ് വരാതിരിക്കട്ടെ, വരുമല്ലോ നമുക്കറിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അത് വരും, ഇങ്ങനെ ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് നമുക്ക് ഇത് വേണ്ടാന്ന് വെക്കാനും പറ്റത്തില്ല. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് ഉള്ളതുപോലെ നേടിയെടുക്കാനേ. ഞങ്ങളിവിടെ അടിച്ചുകൂർത്ത് ഒന്നും കളയുന്നില്ല. നിങ്ങൾക്കറിയാം നമ്മൾ വെച്ച വീട് എങ്ങനത്തെ വീടാണ്. ഞങ്ങൾക്ക് അടിച്ചുകൂർത്ത് കളയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്നതിനകത്ത് ഇതിനകത്ത് ഓരോ സാധനങ്ങൾ മേടിച്ചിട്ടായിരുന്നു. എങ്ങനെയാണ് ഞങ്ങൾ വീട് വെച്ചേക്കുന്നത് നിങ്ങൾക്കറിയാം. ഓരോ സാധനത്തിൻ്റെ എത്ര റേറ്റ് ആയെന്ന് പോലും നിങ്ങളുടെ അടുത്തെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ സ്ഥലം കാണിക്കുമ്പോഴും ഇവിടെ പലരും വൃത്തിയില്ല, അതില്ല, ഇതില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പരിമിതികൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും പിന്നത്തേക്കാക്കി നമ്മൾ വെച്ചേക്കുന്നത്. അതായത് നമുക്ക് ഓരോ മാസം നമുക്ക് കിട്ടുന്നതിനകത്ത് നിന്ന് എടുത്താൽ നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. ഇപ്പം ഇവർ പറയുന്ന രീതിയിൽ ഞങ്ങളെ ആണെങ്കിൽ ലക്ഷങ്ങൾ 50,000 രൂപ പോലും ഞങ്ങൾക്ക് കിട്ടത്തില്ല. തികച്ചൊരു 20,000 രൂപ ഞങ്ങൾക്ക് കിട്ടാറില്ല യൂട്യൂബിൽ നിന്ന്. ഇനി പോട്ടെ, ഈ ആൾക്കാർ പറയുന്ന വെച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ ആ സമയത്ത് നമ്മൾ സർജറിക്ക് വേണ്ടി പൈസ ചോദിച്ച സമയത്ത് ലക്ഷങ്ങൾ വന്നെങ്കിൽ നിങ്ങൾ തെളിയിക്ക്. എനിക്കതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വന്ന് കിടപ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് തെളിയിച്ചിട്ട് ഇമാതിരി വർത്താനം പറയണം. അതല്ലാതെ വെറുതെ വന്ന് പറയരുത്. ഓക്കെ, ഞാൻ തെണ്ടി ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ രാത്രി 12 മണി നിങ്ങൾ ആലോചിക്കുക, രാത്രി 12 മണിക്ക് ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് ICUയിൽ ഇരിക്കുന്ന സമയത്ത് രാവിലെ വെളുപ്പിനെ 6:30 എൻ്റെ കുഞ്ഞിന് സർജറി പറഞ്ഞിരിക്കുന്ന സമയം, എൻ്റെ കുഞ്ഞിനെ അതായത് ഞാൻ രാത്രി 12 മണിക്ക് ICUവിനകത്ത് ഞാൻ ഇരിക്കണം. രാത്രി 12 മണിക്ക് വെളുപ്പിനെയായിരുന്നു കുഞ്ഞിന് ഓപ്പറേഷൻ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഞാൻ ആ അത്രയും സമയത്തിനുള്ളിൽ ഞാൻ ആരെടുത്ത് പോയി പൈസ ഒപ്പിക്കും, ആരെടുത്ത് ഞാൻ പോകണം? നിങ്ങൾ പറ. എനിക്ക് വേണ്ടി പോകാനായിട്ട് വേറെ ഒരാളും ഇല്ല. ഞാനിപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ 12 മണിക്കാണ് ഞാൻ ആ വീഡിയോ, ഞാൻ ആ ഹോസ്പിറ്റലിൽ ICUവിനകത്ത് ഇരുന്നുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നോക്കി അറിയാൻ പറ്റും. സാധാരണ ആൾക്കാരാണ്. നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ, ഒരു ഓപ്പറേഷൻ വരുമ്പോൾ പെട്ടെന്ന് അത്രയും പൈസ എടുത്തു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവത്തില്ല. നമ്മൾ അത് തന്നെയല്ല, നമുക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവും കരുതി നമ്മൾ അങ്ങനെ അത്ര വലിയ എമൗണ്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മൾ മനുഷ്യൻ, നമുക്ക് അന്നു കിട്ടുന്ന കൊണ്ട് ഈ ലോണായാലും വീട്ടിലത്തെ ചെലവായാലും കുഞ്ഞിന്റെ കാര്യമായാലും എന്റെ കാര്യമായാലും നമ്മൾ കഴിച്ച് അങ്ങനെ കൊണ്ടു നടക്കുന്ന ഫാമിലിയാണ് ഞങ്ങള്.
അല്ലാതെ ഒരുപാട് കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഇതിന് മാറ്റി വെച്ച് അങ്ങനെ ഒരുപാടുള്ള ആൾക്കാരല്ല. അത്രയും പൈസ ഉണ്ടായിരുന്നു ഒരിക്കലും. നിങ്ങൾ ഇത് നോക്ക് ഇത് കണ്ടാ, ഇത് ഗ്രില്ലായിട്ടേക്കുന്നത്, ഇത് നെറ്റാ, നിങ്ങളിത് നോക്ക്. രാത്രി ആയി കഴിയുമ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ അടച്ചിടും. നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ട്, ഇതിങ്ങനെ വെക്കേണ്ട എനിക്ക് ആവശ്യമില്ല. പിന്നെ ഇപ്പം പറയുന്നത് വണ്ടി എടുത്ത് അവനാണെങ്കിൽ ആൾക്കാരെ പറ്റിച്ച് അല്ലെങ്കിൽ കൊച്ചിൻ്റെയും പെണ്ണുപിള്ളയുടെയും പേരും പറഞ്ഞ് പൈസ ഉണ്ടാക്കി വെച്ചിട്ട് അവൻ വണ്ടി എടുത്ത്. ഞാൻ വണ്ടി എടുത്ത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളിവിടെ ഒന്ന് ചോദിച്ച് നോക്ക്. നിങ്ങൾ ഈ ഒന്നും അറിയാതിരുന്ന് പറയരുത്. ഞാൻ വണ്ടി എടുത്തേക്കുന്ന പുത്തൻതെരുവ് KTM എന്നാണ് വണ്ടി എടുത്തേക്കുന്നത്. നിങ്ങൾ അവിടെ പോയി തിരക്കി നോക്ക്. ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ എങ്ങനെ വണ്ടി എടുത്തേക്കുന്നത്. 4 വർഷത്തെ EMI ഇട്ടാണ് ഞാൻ വണ്ടി എടുത്തേക്കുന്നത്. 4 വർഷത്തെ EMI. ഞാൻ മാത്രമല്ല ഞങ്ങളുടെ കേരള ബ്രദേഴ്സ് എന്നുള്ള ചാനൽ ഇപ്പോൾ അത്യാവശ്യം കയറി വന്ന് അതിനകത്ത് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വരുമാനം കിട്ടിത്തുടങ്ങി. നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്ട് ഫിലിം ഇടുന്നത് കൊണ്ടും നമ്മൾ ഓരോ വ്ളോഗും ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരുമാനം ഞങ്ങൾക്ക് കിട്ടിത്തുടങ്ങി. അപ്പം ഞങ്ങളാണെങ്കിൽ ട്രാവലിംഗ് വ്ളോഗൊക്കെ ചെയ്യുന്നത് കൂടുതലും നമ്മുടെ DOയ്ക്കകത്തും അവൻ്റെ കയ്യിലിരിക്കുന്ന SF Deluxe അങ്ങനെ ഉണ്ട് വണ്ടി അവൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ബോഡി പെയിൻ എടുക്കുന്നുണ്ട്. കാരണം കുറേ ദൂരമൊക്കെ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ട്രാവലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൈക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാനും അവനും കൂടെ ഷെയർ ഇട്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന റേസഡാർ എന്ന് പറയുന്ന വണ്ടി വിറ്റതിന് ശേഷം ആ പൈസയും പിന്നെ ഞങ്ങൾ കുറച്ച് പൈസ എടുത്ത് വെച്ചിരുന്നതിനകത്തുനിന്നും കൂടെ കൊടുത്തിട്ട് ഡെപ്പോസിറ്റ് കൊടുത്ത് അതിനകത്ത് 4 വർഷത്തെ EMI ഇട്ടിട്ട് ഞാനും അവനും കൂടെ ഞങ്ങൾക്ക് കിട്ടുന്നതിനകത്തുനിന്ന് കേരള ബ്രദേഴ്സിൽ നമുക്കൊരു വരുമാനം കിട്ടുന്നുണ്ടല്ലോ. ആ വരുമാനം കിട്ടുന്നതിനകത്തുനിന്ന് ഞങ്ങളാണെങ്കിൽ പപ്പാതി എടുത്ത് അത് അടച്ചോളാം എന്ന് ഞാനും നാസിയും കൂടെ തീരുമാനിച്ചിട്ടെടുത്തൊരു വണ്ടി. ഞാൻ എൻ്റെ ഒറ്റയ്ക്ക് വണ്ടി എടുത്തതല്ല. എൻ്റെ ഒറ്റയ്ക്കൊന്നും വണ്ടി എടുക്കാൻ എനിക്കിപ്പോൾ പറ്റുന്ന രീതിയിലല്ല ഇരിക്കുന്നത്. കാരണം എത്ര നാൾ ഓരോ മാസത്തിൽ നമ്മൾ എത്ര വട്ടം ഹോസ്പിറ്റലിൽ പോകുന്നത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഡോറേനെയും കൊണ്ടാണെങ്കിലും കുഞ്ഞിനെയും കൊണ്ടാണെങ്കിലും. പിന്നെ അത് ഒരു വണ്ടി ഏതൊരു വീട്ടിലും ആവശ്യമാണ്. ഇപ്പം ഏതൊരു സാധാരണക്കാരൻ്റെ വീട്ടിൽ നോക്കിയാലും അവർക്ക് വണ്ടി ഉണ്ടാവും. ഏതൊരു വീട്ടിലും ഒരു വണ്ടി ഉള്ളത് ഒരു അത്യാവശ്യമാണ്. നമുക്കൊന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ അത് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് വണ്ടി എന്ന് പറയുന്നത്. ആ ഒരു വണ്ടി എടുത്തത് ഇത്രയും വലിയ തെറ്റായി പോയെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതായത് ഞങ്ങൾ അധ്വാനിക്കുന്നതിനകത്ത് നിന്ന് എടുത്ത് കുറേശ്ശെ കൊടുക്കാം എന്നുള്ള, അതായത് മൊത്തം എമൗണ്ട് അല്ല, ഞാനും നാസിയും കൂടെ പപ്പാതി എടുത്ത് കിട്ടുന്നതിനകത്ത് നിന്ന് പപ്പാതി എടുത്ത് നമ്മളത് കൊടുത്തോളാം എന്ന് ഞങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ട് എടുത്തൊരു വണ്ടിയാണ്. ഞങ്ങൾക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ നമുക്ക് കേരള ബ്രദേഴ്സ് ചാനലിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. ഞങ്ങൾക്ക് അതിൽ നിന്ന് ഇപ്പോൾ ഡോറാബുജിയിലെ അല്ല പൈസ എടുത്ത് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഡോറാബുജിയിലെ പൈസ ഞങ്ങളാണെങ്കിൽ നമ്മുടെ മെഡിക്കലിനാണെങ്കിലും നമ്മുടെ വീട്ടിലെ ചിലവുകൾക്കാണെങ്കിലും മറ്റുള്ള ആവശ്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് അറിയത്തില്ല ഈ വീട് വെച്ചതിനകത്ത് എന്തുമാത്രം കടം കിടപ്പണം, എത്രത്തോളം രൂപയുടെ സ്വർണ്ണം പണയം ഇരിപ്പുണ്ടെന്നറിയോ. പലിശ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ഇപ്പൊ നിങ്ങൾ പറയും ഷെഡാണ് അധികം പൈസ ആവത്തില്ലെന്ന് പറയും. പക്ഷെ നമ്മള് അവിടെ ചെയ്യുമ്പോൾ ഇവിടെ ഇതും കൂടെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു കവറായി അങ്ങനെ പറഞ്ഞ് നമ്മളിപ്പോ ഇത്രയും എടുത്തപ്പോ തന്നെ നമുക്ക് സാധനങ്ങൾ അധികം എടുക്കാൻ പണി തീർന്നിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ എങ്ങനെയാ വെച്ചേക്കുന്നത് ഭിത്തിയൊക്കെ. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, പണി തീർന്നിട്ടില്ല. അറിയോ, നമുക്ക് നമ്മുടെ പരിമിതി നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വൃത്തിയില്ല അതില്ല ഇതില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പരിമിതി അറിയാം. ആ പരിമിതിക്കുള്ളിലാണ് ഞങ്ങൾ നിന്നുകൊണ്ട് നമുക്ക് ഓരോന്നും ചെയ്യുന്നത്. ലോണുകളുണ്ട്, അടവുകളുണ്ട്. അപ്പോൾ എല്ലാം ഞങ്ങൾക്ക് ഓടിച്ചുകൊണ്ടാണ്. ഇവക്ക് മെഡിസിൻസ് എടുക്കണം, കുഞ്ഞിൻ്റെ മരുന്നുകൾ വാങ്ങിക്കണം, കുഞ്ഞിനെയും കൊണ്ട് പോകണം. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ ഉള്ളൂ കുഞ്ഞിനെയും കൊണ്ട് ഇപ്പോൾ എത്ര ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പം ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ബോധമുണ്ട്. അപ്പം ആ വരവിനനുസരിച്ചുള്ള ചിലവ് ഞങ്ങൾ ചെയ്യത്തുള്ളൂ. നമുക്ക് ഡോറാബുജിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ തെണ്ടുക എന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തിൽ തെണ്ടിപ്പോയി. എന്ത് ചെയ്യാൻ, ദൈവം എനിക്ക് തെണ്ടാൻ വേണ്ടിയിട്ടൊരു അവസരം ഇട്ട് തന്നപ്പോൾ ഞാൻ തെണ്ടിപ്പോയി. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ തെണ്ടിയത്. അതിലും എനിക്കൊരു കുറ്റബോധം തോന്നില്ല, എനിക്കൊരു നാണക്കേടും തോന്നില്ല. നമുക്ക് ആരോഗ്യത്തോടെ കിട്ടി, അവൻ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. അതിന് ഒരുപാട് നന്ദി പറഞ്ഞാലും മതിയത്തില്ല. അന്നേരം നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ. പലരും പറഞ്ഞ് ഞങ്ങൾ സാധനങ്ങൾ ഒരുപാട് മേടിച്ചു കൂട്ടാന്ന്. ഞങ്ങൾക്കൊരു കൂളർ മേടിച്ചു തന്നത് ഒരു ചേച്ചി, കൂളർ മേടിക്കാൻ പൈസ തന്നത് ഒരു ചേച്ചിയാണ്. ആ ചേച്ചി വേണമെങ്കിൽ ഇതിനകത്തൊന്ന് കമൻറ്റ് ഇടട്ടെ. ആ ചേച്ചി ഞങ്ങൾക്ക് കൂളർ വാങ്ങിക്കാനുള്ള പകുതി പൈസ അയച്ചു, പകുതിയല്ല ഒരു 3/4 ഭാഗത്തോളം പൈസ ആ ചേച്ചിയെ ഞങ്ങൾക്ക് അയച്ചു തന്നത്. അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി എനിക്ക് പലപ്പോഴും ഡോറയ്ക്ക് മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി, ആ സമയത്ത് പൈസ ഇല്ലാഞ്ഞ സമയത്ത് ഡോറയ്ക്ക് മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് TVMയിൽ എനിക്കൊരു ആൻറ്റി ഉണ്ട്. എനിക്ക് സ്വന്തമല്ല, നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ള ആ അമ്മയാണ് എനിക്ക് TVMയിൽ നിന്ന് ഇടയ്ക്ക് 500-300 ഇട്ടുതരും. എന്നിട്ട് എൻ്റെ കുഞ്ഞിന് ഇത്രയും സീരിയസ് ആയി നിന്ന സമയത്ത് ഞങ്ങൾ പോകാൻ വേണ്ടി നിന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അവിടെ ആണെങ്കിൽ അഥവാ മെഡിസിൻസ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്കാനൊക്കെ ചെയ്യണമെങ്കിൽ എത്ര രൂപ ആവുമെന്ന് അന്വേഷിച്ചിട്ട് നീ പറ, എൻ്റെ കയ്യിലുള്ള ഞാൻ ഇട്ട് തന്നേക്കാം എന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ അവസ്ഥയും കാര്യങ്ങളും. നമ്മളെ
വിളിക്കുന്നവരടുത്താണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവരടുത്താണെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കാറുണ്ട്. ഇപ്പം പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നേരത്തെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഡോറയ്ക്കും വയ്യ, കുഞ്ഞിനും വയ്യാറുണ്ട്, എപ്പോഴും ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഒരു വരുമാനമില്ലായിരുന്നു. 8,000 രൂപ 7,000 രൂപ 10,000 രൂപ വരെ ഞങ്ങൾക്ക് കിട്ടിയ സമയമുണ്ട്. ഇപ്പം പിന്നെ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഡോളർ കുറവായിരുന്നു. ആ സമയത്ത് നമുക്ക് 7,000 കിട്ടിയ സമയമുണ്ട്, സിറ്റുവേഷനുണ്ട്. 7,000 കിട്ടിയ സമയമുണ്ട്, പിന്നെ 8,000 കിട്ടിയ സമയമുണ്ട്, അതുപോലെ തന്നെ 13 കിട്ടിയ സമയമുണ്ട്, 15 കിട്ടിയ സമയമുണ്ട്, 18 കിട്ടിയ സമയമുണ്ട്, 17 കിട്ടിയ സമയമുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് 20 രൂപ ഒന്നും തികച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്നതിനകത്തുനിന്ന് ഒരു പങ്ക് എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ പാവത്തങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അത് ചിലപ്പം 500 ആവാം, 300 ആവാം, ചിലപ്പോൾ 1000 ആവാം. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എന്താണോ, ഞങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ നിങ്ങൾ വീഡിയോസിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വൃദ്ധരായിട്ടുള്ളവരെ, അനാഥരായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എല്ലാം വീഡിയോ നമ്മളെടുത്ത് ഇടാറില്ലെങ്കിൽ ചില വീഡിയോസൊക്കെ നമ്മളിതിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ അറിയാം. പല അമ്മമാരുടെ അടുത്ത് നമ്മൾ പോയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിതിനകത്ത് അല്ലാതെ ഇട്ടിട്ടുണ്ട്. അതല്ലാതെ ഇവിടെ അടിച്ചു തൂർത്ത് 1 രൂപയും നമ്മൾ കളയുന്നില്ല. പിന്നെ ഞാൻ ചിക്കൻ വാങ്ങിച്ചത് ഇന്ന് കൊഴുത്ത്, മട്ടൻ വാങ്ങിച്ചത് കൊഴുത്ത്. മട്ടൻ ഇവിടെ ഞങ്ങൾ വാങ്ങിക്കാറില്ല, ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാനും കഴിച്ചിട്ടില്ല. എനിക്ക് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ മട്ടൻ മേടിക്കാറില്ല. ചിക്കൻ ഇവിടെ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ ബോൺ കിട്ടുക 50 രൂപയേ ഉള്ളൂ. അത് വേണമെങ്കിൽ അവിടെ കുറ്റിമുക്ക് അവിടെ ഒരു ഈ കടയിൽ നമ്മൾ മേടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി വാങ്ങിക്കാം, 50 രൂപയേ ഉള്ളൂ കിലോയ്ക്ക്. നിങ്ങൾക്കും വേണമെങ്കിൽ വാങ്ങിച്ചില്ല, വേണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല, 50 രൂപയേ ആവത്തുള്ളൂ. പിന്നെ മീൻ വാങ്ങിക്കുന്നത് നാസിയാണ് നമുക്ക് മീൻ തരുന്നത്. നാസിക്ക് മീൻ കച്ചവടം. ചിക്കനും മട്ടനും മേടിച്ച് കൊഴുത്ത ശരീരമാണെന്ന് ആരോ പറഞ്ഞു. നമ്മൾ മനുഷ്യരാണ്, ഓരോരുത്തർക്കും ഓരോ സ്ട്രക്ചറാണ്. ഇപ്പൊ ഞാൻ നേരത്തെ വേറൊരു കാര്യം, ഇതൊന്ന് പറഞ്ഞത്, യൂട്യൂബ് തുടങ്ങുന്നതിന് മുൻപേ എനിക്ക് വെയിറ്റ് കൂടിയായിരുന്നു. നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് കല്യാണത്തിന് ശേഷം, കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 4 കൊല്ലം, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1.5 കൊല്ലം ആയിട്ടുള്ളൂ. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് വെയിറ്റ് കൂടിയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ വെയിറ്റ് കുറച്ചത്. അന്നേരം ഞാൻ പറയുകയും ചെയ്തു, കല്യാണത്തിന് ശേഷം എന്റെ ഫുഡ് എന്റെ കൈപ്പുണ്യം കൊണ്ട് ഇച്ചായ വണ്ണം വെച്ചത് ഞാൻ പറയുകയും ചെയ്തു. അപ്പൊ അത് ഓരോരോ മനുഷ്യന്റെ ശരീരം ഓരോ രീതിയിലാണ്. ചിലർക്ക് വണ്ണം വെക്കും, ചിലർക്ക് മെലിയും. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറിക്ക് മുന്നേ വരെ അത്യാവശ്യം വണ്ണം ഉണ്ടായിരുന്നു. എന്റെ പഴയ ടിക്ടോക്ക് വീഡിയോ ഒക്കെ ഞങ്ങള് ഈ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ എന്റെ ഇവിടെ ഒക്കെ നല്ല വണ്ണമാണ്. അത് വെച്ച് ഞാൻ ഓവറായിട്ട് ഫുഡ് കഴിച്ചിട്ടൊന്നുമില്ല, എന്തോ എന്റെ ശരീരം അങ്ങനെയാണ്. അതിനുശേഷം ഡെലിവറിയും കഴിഞ്ഞതിന് ശേഷം പനി വന്നു. അങ്ങനെ പിന്നെ ഫീഡിങ് ഒക്കെ ഉണ്ട്, എന്തെന്ന് അറിയത്തില്ല, ശരീരമാണ്. പക്ഷെ ഇപ്പൊ വണ്ണം വെച്ച് വരുന്നുണ്ട്. അതിപ്പോ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് വണ്ണം വെച്ചോ ഇല്ലയോ എന്നൊക്കെ. അതാണ് കാരണം, അല്ലാതെ ഒരിക്കലും ചിക്കനും മട്ടനും തിന്നു കൊടുത്തേരെ. ഈ കുഞ്ഞിനെ വെച്ച് ഞാൻ തെണ്ടിയിട്ടാണ് വണ്ടി വാങ്ങിച്ചെന്നാ പറയുന്നത്. ഈ കുഞ്ഞിന് വയ്യാതായത് 6-7 മാസത്തിന് മുൻപാണ്. മെയ് മാസത്തില്, അതെ, മെയ് മാസത്തിൽ എൻ്റെ കുഞ്ഞിന് വയ്യാതായത്. അതിനുശേഷം ഞങ്ങളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അവർ വന്ന് പറയട്ടെ. എനിക്ക് ആ മെയ് മാസത്തിൽ എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു. പിന്നെ അതിനുശേഷവും ഈ ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കുമായിരുന്നു, പൈസ വേണോ, പൈസ തരാം എന്ന് പറയുമ്പോൾ ഞാൻ അയ്യോ വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നെ വിളിച്ച് ചോദിച്ചിട്ടുള്ളവരടുത്തെല്ലാം വേണമെന്ന് പറഞ്ഞു. പിന്നെ എന്നാലും അത് കഴിഞ്ഞതിന് ശേഷം പലരും 300-500 ഒക്കെ വെച്ച് ഇട്ട് തന്നിട്ടുണ്ട്. ഇല്ലാന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞു, എന്നാ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ, ഇല്ലാന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ലക്ഷങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നു. അതായത് 20 പേർക്ക് നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾക്ക് ആ സമയത്ത് 10ഉം 15ഉം ഒക്കെ വെച്ച് അയച്ചു തന്ന ആൾക്കാരുണ്ട്. പിന്നെ വീട് പണി നടക്കുന്ന സമയത്ത് ഒരു ചേച്ചി എനിക്ക് 25 രൂപ ഇട്ട് തന്നായിരുന്നു. അപ്പം നമുക്കെന്ന് വെച്ചാൽ ഇപ്പം ഇതിങ്ങനെ 3 ഇതൊക്കെ ഉള്ളൊരു വലിയ എമൗണ്ട് ആയിട്ട് വന്നിട്ടുള്ളൂ. 10, 15 പിന്നെ 25 അത്രേ ഉള്ളൂ നമുക്ക് വലിയ എമൗണ്ട് എന്ന് പറയാനായിട്ട്. ബാക്കിയെല്ലാം വന്നത് 50, 10, 100, 300, 500, 1000 ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഒരു 5000 വന്നായിരുന്നു. അപ്പം ഈ 20 പേര് ഇത് അയക്കുമ്പം തന്നെ ഒരാളുടെ ബ്ലോക്ക് ആവും. നമുക്കെന്ന് വെച്ചാൽ അന്ന് 68 സംതിങ് എങ്ങാണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് മൊത്തത്തിലായി. എന്നുവെച്ചാൽ അന്ന് ബില്ലടയ്ക്കാനും പിന്നെ എന്തൊക്കെയോ അന്ന് കുറേ ഇതുണ്ടായിരുന്നു നമുക്ക്. ഫുഡ് പിന്നെ കുറേ തവണ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടിയൊക്കെ വന്ന്. എന്നിട്ട് പൈസ മുഴുക്കാതെ ഞാൻ എന്നിട്ട് നാസിയുടെ എനിക്ക് കുറേ പൈസ മറിച്ചത്. അത് കഴിഞ്ഞ് നമുക്ക് വീട് പണി വന്ന സമയത്ത് നാസിയാണ് പിന്നെ എനിക്ക് പലിശയ്ക്ക് പൈസ തന്നത്, പലിശയ്ക്ക് എടുത്തത്. പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി വന്ന സമയത്ത് നമ്മൾ സ്വർണ്ണം നമ്മൾ എടുത്തായിരുന്നു, മാലയൊക്കെ
എടുത്തായിരുന്നു, മാലയും കമ്മലും എടുത്തായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ പലിശ പൈസ കൊടുക്കാൻ പറ്റുന്നില്ല, മാസം 2500 വെച്ച് പലിശ കൊടുക്കണം ഒരെണ്ണത്തിന് തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പിന്നെ 2800 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ആ പലിശ പൈസ അങ്ങ് തീർക്കുക, എന്നിട്ട് ഈ കിട്ടുന്ന പൈസ മാലയ്ക്കകത്ത് സ്വർണ്ണത്തിനടച്ച് അതെങ്ങനെയും തീർക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ കമ്മലും മാലയെല്ലാം ഊരിക്കൊണ്ട് നമ്മൾ പണയം വെച്ചിട്ട് ആ പലിശയുടെ കടം വീട്ടിയത്. നമുക്കപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ഓരോന്നും പിടിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടി എടുത്ത് ഏതൊരു സാധാരണക്കാരനും എടുക്കുന്ന വണ്ടിയാണ്, വലിയ വിലയുടെ വണ്ടിയൊന്നുമില്ല. കണ്ടു കഴിഞ്ഞാൽ വലിയ വിലയുടെയാണെന്ന് പറയുന്നെങ്കിൽ വലിയ വിലയുടെ അല്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 4 വർഷത്തെ EMI ഞാനും നാസിയും കൂടി ഇട്ടിട്ടാണ് ഞങ്ങൾ ആ വണ്ടി എടുത്തേക്കുന്നത്. എത്ര 34 രൂപ കണ്ട ഞങ്ങൾ ആദ്യമേ ഇതടച്ചെന്ന് തോന്നുന്നു. ഫസ്റ്റ് പേയ്മെൻറ്റ് ഞങ്ങൾ ചെയ്തു. ബാക്കി ഞങ്ങളാണെങ്കിൽ 5000 രൂപ കണ്ട മാസട വരുന്നത്. ഞാൻ 2500 ഞാനും 2500 നാസിയും വെച്ച് ഇട്ടോളാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയാണ് വണ്ടി എടുത്തേക്കുന്നത്. അതല്ലാതെ ഇത്രയും വലിയ 2 ലക്ഷം രൂപ കണ്ടാന്ന് തോന്നുന്നു വണ്ടിയുടെ വില. ഈ പൈസ ഒന്നും കൊണ്ടുകൊടുക്കാൻ എനിക്ക് അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ബൈക്ക് ഓട്ടിക്കാൻ അറിയില്ല. ഇപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം തോന്നി ഞാൻ ബൈക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി എനിക്കത് ഓട്ടിക്കാൻ അറിഞ്ഞിരിക്കണം. എനിക്ക് ബൈക്ക് ഓട്ടിക്കാൻ അറിയില്ല, അതാണ് മെയിൻ കാര്യം. ഞാൻ ആക്റ്റീവാണ് ഓടിക്കുന്നത്, എനിക്ക് ഡി ഓട്ടിക്കാൻ പറ്റും. അങ്ങനത്തെ ഉള്ളതെല്ലാം എനിക്ക് ഗിയറില്ലാത്ത വണ്ടികൾ എനിക്ക് ഓട്ടിക്കാൻ പറ്റും. ക്ലച്ചും ഗിയറും ഉള്ള വണ്ടികൾ എനിക്ക് കൺഫ്യൂഷനാണ്. ഇവിടെ എനിക്ക് അനിയനൊരു വണ്ടി ഉണ്ടായിരുന്ന സമയത്ത് പോലും എനിക്കത് ഓട്ടിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ബൈക്ക് ഓട്ടിക്കാൻ സത്യത്തിൽ അറിയില്ല. ഈ ബൈക്ക് ഓട്ടിക്കാൻ അറിയാൻ വയ്യാത്ത ആൾ ഈ ഇത്രയും വലിയൊരു വണ്ടി ഒറ്റയ്ക്ക് എടുത്ത് വെക്കേണ്ട വല്ല ആവശ്യമുണ്ട്? നിങ്ങൾക്കൊന്ന് സത്യത്തിൽ ഒന്നും അറിയില്ല, എന്നെക്കുറിച്ച് ഒരു വകയെ അറിയാത്ത ആൾക്കാരാണ് ഇമാതിരി കമൻ്റ് ഇടുന്നത്. നിങ്ങൾ കമൻ്റ് ഇട്ടോ ഒരു കുഴപ്പമില്ല, പക്ഷെ അതിലേക്ക് വെറുതെ ഒന്നും അറിയാത്ത എൻ്റെ കുഞ്ഞിനൊന്നും വലിച്ചിടരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ സർജറിക്ക് വേണ്ടിയിട്ടുള്ളത് ഞങ്ങളാണെങ്കിൽ കുറേശ്ശെ സ്വരൂപൂട്ടി വെക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ കേരള പ്രദേശത്തിന് അതിൽ നിന്നുള്ളത് കിട്ടുന്നുണ്ട്. ആ പൈസ ഞങ്ങൾ സ്വരൂപിച്ച് വെക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് എന്താ പറയുന്ന ആവശ്യങ്ങൾക്കുള്ളത് ഞങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ബാക്കിയുള്ള ആവശ്യങ്ങൾ ഞങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യൻ ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുപോലെയാണ് നമ്മുടെ ചിലവുകൾക്ക് അനുസരിച്ചുള്ളത് ഞങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ബാക്കിയുള്ളത് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു വട്ടം ഒരുത്തനാണെങ്കിൽ അവൻ്റെ ഗതികേട് കൊണ്ട് പിച്ചക്കാരനായി പോയി. അവൻ ചിലപ്പോൾ ഒരു നല്ല നിലയിലോട്ട് അവൻ നാളെ സമയത്ത് എത്തിക്കൂടാ എന്നൊന്നുമില്ല. അല്ലെ അവൻ പിച്ചക്കാരനാണ് എന്നും അവൻ പിച്ചക്കാരനായിട്ട് കിടന്നാൽ മതി, അവൻ ജീവിക്കേണ്ട, അവൻ മുന്നേറണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നു? ഇപ്പം ഞങ്ങൾക്കൊരിക്കൽ വീഴ്ച വന്ന് ഡോറയ്ക്കും കുഞ്ഞിനും ഒരേപോലെ സുഖമില്ലാതായ സമയത്ത് ഞങ്ങൾ വീഴ്ച വന്നത്. അതല്ലാതെ ഞങ്ങൾ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ചാനലിനകത്ത് 2 വട്ടം ഒന്ന് ഡോറ തളർന്നിടുന്ന സമയത്തും കുഞ്ഞിന് പൊള്ളലിട്ട് എമർജൻസി ആയിട്ട് ആ സർജറി ചെയ്യേണ്ട സമയത്താണ് നമ്മൾ യൂട്യൂബിൽ. മേ ബി ഇനി നാളെ സമയത്ത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇനി വീണ്ടും അങ്ങനെ ഒരു അവസ്ഥയും തരത്തില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം മനുഷ്യനാണ്, തരാതിരിക്കട്ടെ, മനുഷ്യനാണ്, എന്തേ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും വരുത്തരുത്, ആർക്കും വരുത്തരുത്. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. കാരണം ഈ ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ ആ ഒരു പൈസ ചോദിച്ച അന്ന് തൊട്ട് ഞാൻ കേൾക്കുന്ന പേര് വെറും ഒരു മനുഷ്യനും കേൾക്കാൻ പറ്റാത്ത പേരാണ് കേൾക്കുന്നത്. കേട്ട് സത്യം പറഞ്ഞാൽ സഹായിട്ട്. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ കുഞ്ഞിന് നാളെ സമയത്ത് എന്തെങ്കിലും എമർജൻസി ഒരു ഘട്ടം വന്നാലോ ഡോറയ്ക്ക് എമർജൻസി ഘട്ടം വന്നാലോ ശരിയാണ്, ഞാൻ ഒരിക്കലും ഇനി സോഷ്യൽ മീഡിയ വന്ന് ഒരു രൂപയും ചോദിക്കത്തില്ല. പകരം ഞാൻ അവരെ ഇല്ലാതാക്കി ഞാനും ഒന്നും ഇല്ലാതാക്കും. കാരണം നമ്മൾ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടി എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ അന്ന് എനിക്ക് രക്ഷിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ വന്ന് ഈ ഒരു തെണ്ടിയത്. പക്ഷേ അതിനുശേഷം പിന്നെ ഞങ്ങൾ കേട്ടത് ഒരിക്കലും എൻ്റെ കുഞ്ഞിന് വളർന്നു വന്നാലും അവൻ ഈ മോശപ്പേര് കേൾക്കുന്നുള്ള എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇനി അങ്ങനെ ഒരു ഗതികേടിലോട്ട് ഞങ്ങൾ പോകത്തില്ല. പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കും. കാരണം അത്രയ്ക്കും ഈ ആൾക്കാർ കാരണം അത്രയ്ക്കും ഞങ്ങൾ ഗതികെട്ടു. എന്താ പറയുക, അത്രയ്ക്കും വെറും ഒരു ഇതില്ലാത്ത അവസ്ഥയിൽ ഇപ്പം നിൽക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഇത് നമ്മളിപ്പോൾ അത്യാവശ്യം കഷ്ടപ്പെട്ട് നമ്മൾ ഓരോന്ന് കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾ കേരള ബ്രദേഴ്സ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരുമാനം നമുക്ക് അതിൽ നിന്നും വരുന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓടിച്ചു കൊണ്ടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ ഈ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നത്, ഇവർക്ക് ചെരുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വർഷങ്ങളായി. അവർക്ക് നാസിയുടെ വാപ്പ മരിച്ചിട്ടിപ്പോൾ 1 കൊല്ലമായി. നാസിയുടെ വാപ്പ മരിക്കുന്നതിന് മുൻപേ ഒരു വട്ടം വാപ്പായെ കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി പോയ സമയത്ത് ഇതൊക്കെ ഞാനൊരു ചെരുപ്പ് വാങ്ങിച്ചിട്ട് ആ ചെരുപ്പ് ഇപ്പോഴും കിടക്കുന്നു. 1 കൊല്ലം കഴിഞ്ഞ്. അതുപോലെ തന്നെ പ്രിൻസിക്കും ഞാനാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് വാങ്ങിച്ചു കൊടുത്തത് ഒരു എന്തായിരുന്നു ക്രോപ്സിൻ്റെ ഒരു ചെരുപ്പാണ് ഞാൻ അങ്ങ് കൊണ്ടുപോളെ. ക്രോപ്സിൻ്റെ ഒരു ചെരുപ്പ് ഞാൻ പ്രിൻസിക്ക് ഇടയ്ക്ക് വെച്ച് വാങ്ങിച്ചു കൊടുത്തു. സ്കൂൾ തുറക്കുന്ന സമയത്ത് അവർക്കും ചെരുപ്പൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലായിരുന്നു. ആ സമയത്ത് അവർക്ക് പൈസ വന്നപ്പോൾ അവർക്കൊരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ 2 പേർക്കും കൂടെ വേണ്ടി ഓർഡർ ചെയ്ത് ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ആ 3 സൈസ് അവർക്ക് പാകമല്ല. 2 ചെരുപ്പ് ഇവക്കും 1 ചെരുപ്പ് അവക്കും ഞാൻ ഓർഡർ ചെയ്തു. പ്രിൻസിക്കും കൂടെ വേണ്ടി ഓർഡർ ചെയ്തു. ആ 3 ചെരുപ്പും പ്രിൻസിക്ക് പാകമല്ല, 3 ഇവക്കായിരുന്നു പാകം. അതുകൊണ്ടാണ് കടയിൽ പോയി, അവർക്ക് വിഷമമാവല്ലോ എന്ന് വിചാരിച്ച് ഞാനും അമ്മയും കൂടി കടയിൽ പോയിട്ട് അന്നൊരു ചെരുപ്പ് അവർക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത്. ആ സന്തോഷം
സന്തോഷത്തിലാണ് ഡോറ ആ ഒരു വീഡിയോ എടുത്തിട്ടത്. അതല്ലാതെ ഇവിടെ ആർഭാടം കാണിക്കാനും ഇവിടെ ഒന്നും കാണിക്കാതെ നിങ്ങൾ വന്ന് നോക്കിയറിയാം, വീട് പണി പോലും നേരോണം കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ ഞങ്ങൾ എന്ത് ആർഭാടം കാണിച്ചിട്ട കാര്യം? നിങ്ങൾ പക്ഷേ ഞങ്ങൾ ഹാപ്പിയാണ്. ഇത്രയൊക്കെ ബുദ്ധിമുട്ടും ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഹാപ്പിയാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങളുടെ വീട്ടുകാരുണ്ട്, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അതുകൊണ്ട് ഹാപ്പിയാണ്. ഈ സത്യത്തിൽ ഒന്നും അറിയാത്ത ഈ ഇങ്ങനെ കമന്റ് ഇടുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഞങ്ങൾക്കും ഒരു കുടുംബമുണ്ട്, ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. ഇന്നിപ്പം ഞാൻ നാസിയും ഡോറയൊക്കെ ആണെങ്കിൽ ഒരുപാട് സന്തോഷിച്ചിരിക്കേണ്ട ഒരു നിമിഷമാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, കുറേ ഇങ്ങനത്തെ ആൾക്കാർ കാരണം അത് എത്ര നാൾ ഞാൻ നാസിയൊക്കെ കടയിൽ സെയിൽസ്മാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു വണ്ടി. കല്യാണത്തിന് മുൻപേ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 കൊല്ലമായി. ഞങ്ങൾ രണ്ടിൻ്റെയും കല്യാണം ഒരേ മാസത്തിലാണ് നടന്നത്, ഒരേ വർഷത്തിലാണ് നടന്നത്. 4 കൊല്ലമായി ഞങ്ങൾ രണ്ടിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട്. ഈ 6-7 കൊല്ലത്തിന് മുൻപേ ഞങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇത്രയും കൊല്ലത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടിനൊടുവിൽ ഞങ്ങൾക്ക് കിട്ടിയത്. അറിയാം, അത് ഞാനും നാസിയും ഞങ്ങൾ തമ്മിൽ ഷെയർ ഇട്ടെടുത്തൊരു വണ്ടിയാണ്. ഇതൊന്നും അറിയാൻ വയ്യാണ്ട് എന്തൊക്കെയാണ് വന്ന് പറയുന്നത്. പിന്നെ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭാര്യയും ഞാൻ തന്നെയാണ് നോക്കുന്നത്, വേറെ ഒരാളുമല്ല നോക്കുന്നത്. വേറെ ഒരാളുടെയും കാലിലും കയ്യിലും പിടിച്ചുമല്ല ഞാൻ നോക്കുന്നത്. എനിക്കൊരവസ്ഥ വന്നപ്പോൾ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ കെഞ്ചി കേണു തെണ്ടി. ശരിയാണ് എന്ന് വെച്ചിട്ട് എന്നും ഒരു മനുഷ്യനെ ഇങ്ങനെയിട്ട് ക്രൂശിക്കുന്നത് ശരിയാണ്. അപ്പം കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കൊന്ന് അറിയിക്കണം തോന്നി. കാരണം നമ്മളെപ്പോഴും കുഴിയിൽ നിന്നൊന്ന് മുന്നേറണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും. അതുപോലെ ആഗ്രഹിച്ചുള്ള ഇച്ചായൻ പാകം ഇമോഷണൽ ആയി പോയി. പോട്ടെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയ്ക്ക് വരുന്നവരേക്കും ബൈ. ഓ ചെറുതിട്ടാ കൂടി പോയല്ലോ.